ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദ വീഡിയോ. അപ്പോൾ നമ്മളൊരു ഫണ്ടൂറ വ്ളോഗാണ് കാണാൻ പോകുന്നത്. ഇത് അലീനയും റിവിനുമാണ്. അലീനയുടെ ഹസ്ബൻഡിൻ്റെ അനിയനാണ് റിവിൻ. ഇന്നത്തെ എൻ്റെ വീഡിയോഗ്രാഫർ റിവിനാണ്. അപ്പോൾ ഇവിടെ വന്നാൽ പിന്നെ അറിയാമല്ലോ, വാവച്ചിക്ക് ഫണ്ടൂറ എന്ന ഫുൾ ഗെയിം കളിക്കണം. നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ വരുന്നത്. ഇതൊരു പുതിയ ഗെയിമാണ്. നമ്മൾ സോംബീസിനെ ഈ വെള്ളം ഒഴിച്ച് നശിപ്പിക്കണം എന്നാണ് ഈ ഗെയിം. നല്ലതാണ് കേട്ടോ. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവൾക്ക് ഈ വെള്ളം അടിക്കുന്ന എല്ലാ ഗെയിമും ഭയങ്കര ഇഷ്ടമാണ്. പണ്ടൊരു ഫയർ സ്റ്റേഷൻ്റെ ഗെയിം ഉണ്ടായിരുന്നു. ഇപ്പോഴതുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടെ. ഇത്തവണ വന്നപ്പോൾ കണ്ടില്ലായിരുന്നു. ഇത്തവണ ഇതൊരെണ്ണമായിരുന്നു കണ്ടത്. വെള്ളത്തിൻ്റെ ഒരു ഗെയിമല്ലേ കാണൂ. ഇതാണെങ്കിൽ അവൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് വെള്ളം അടിച്ച് കളിക്കാം. കുഞ്ഞു പിള്ളേർക്കെല്ലാം നന്നായിട്ട് ഇഷ്ടപ്പെടും. ഒരു പ്രായം കഴിഞ്ഞ പിള്ളേർക്ക് ഈ വെള്ളത്തിനോടുള്ള കളിയൊക്കെ കുറയുമല്ലോ. പക്ഷേ ഈ ടൈപ്പ് പിള്ളേർക്കെല്ലാം ഇഷ്ടപ്പെടും. ഒരു 4-5 വയസ്സിനകത്തുള്ള പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും എന്നാണ് എൻ്റെ ഒരു നിഗമനം. ഇവർക്ക് 3 വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. പിന്നെ ഇവക്കാണെങ്കിൽ 1 വയസ്സ് കഴിഞ്ഞോട്ട് നമ്മൾ ഫണ്ടൂറയിൽ വന്ന് തുടങ്ങിയതാണ്. അതുവരെ നമ്മളാണെങ്കിൽ വരും, സൂപ്പർ മാർക്കറ്റിൽ വരും, ഷോപ്പ് ചെയ്യും, പോവും. അങ്ങനെയാണ്. നമുക്ക് ഈ ഫണ്ടൂറ ഏരിയ ഇതൊന്നും അറിയില്ല. അറിയാൻ നമ്മൾ വരുമ്പോൾ പിള്ളേർ ഇവിടെ നിന്ന് കളിച്ചിട്ട് അങ്ങ് പോകും. നമ്മൾ വലിയ ആൾക്കാരല്ലേ, നമുക്കിതിൻ്റെ ഇതൊന്നും നോക്കാൻ തോന്നൂലല്ലോ. നമ്മൾ കുഞ്ഞായിരുന്നപ്പോൾ നമുക്കിതൊക്കെ കളിക്കണം എന്നൊക്കെ ആഗ്രഹം തോന്നിയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ ആലോചിക്കും, ഇന്നലെ എനിക്കൊക്കെ കയറണം, എനിക്ക് കളിക്കണം. ഞാനിതിലെ റൈഡിലൊക്കെ കയറാറുണ്ട്, വലിയ ആൾക്കാർക്കുള്ള. അപ്പോൾ ഇവൾക്ക് 1 വയസ്സ് കഴിഞ്ഞോട്ട് നമ്മൾ ഇവിടെ ഒന്ന് ജസ്റ്റ് ഇവിടുത്തെ ടിക്കറ്റ് കാർഡ് എടുത്തിട്ട് ഒന്ന് കളിപ്പിച്ച് നോക്കി എങ്ങനെയായിരിക്കും. അതുതൊട്ട് ഇവൾ കളിക്കും. പിന്നെ ഇവൾക്ക് ഇവിടെ വരണത് ഇഷ്ടമാണ്. ഇടയ്ക്കിടയ്ക്ക് പറയും നമുക്ക് ഫണ്ടൂറയിൽ പോവാമെന്ന്. അതിന് ശേഷമാണ് നമ്മൾ ലുലു മോൾ ഫണ്ടൂറയിൽ വന്നു തുടങ്ങിയത്. പിന്നെ ലുലു മോൾ ഫണ്ടൂറയിൽ വലിയ ആൾക്കാർക്കുള്ള റൈഡിൽ ഞാനും കുഞ്ഞു പിള്ളേർക്കുള്ള റൈഡിൽ അവളും നമ്മളെല്ലാ റൈഡും എക്സ്പ്ലോർ ചെയ്തു. പിന്നെ ലാസ്റ്റ് വന്നു എനിക്കങ്ങ് മടുപ്പെന്ന് പറഞ്ഞാൽ ബോറടിയായി. ലുലു മോൾ വരണ്ട, എനിക്കിനി ലുലു മോൾ കയറണ്ട എന്നുള്ള അവസ്ഥ വരെയായി. പിന്നെ മെയിനായിട്ട് ഇപ്പോൾ ഒരു എൻ്റർടൈൻമെൻ്റ് എന്ന് വെച്ചാൽ നമ്മളിവിടെ വരും. എൻ്റെ കയ്യിലിരിക്കുന്ന കവറിലിരിക്കുന്ന ടോയ്സ് കണ്ടോ, റിജിൻ്റെ ബാക്കിലിരിക്കുന്ന ടോയ്സൊക്കെ കണ്ടോ, ഇത് ഇവിടെ നിന്ന് നമ്മൾ എടുക്കുന്നതാണ്. കാർഡ് സ്വൈപ്പ് ചെയ്ത് നമ്മളിവിടെ നിന്ന് ടോയ്സ് എടുക്കും. ഈ ടോയ്സ് എടുക്കുന്നതൊക്കെയാണ് എനിക്കിപ്പോൾ ഇവിടെ വരാനുള്ള ഒരു എൻ്റർടൈൻമെൻറ്റ്. ടോയ്സ് എടുക്കണം മാത്രമല്ല, ഇവിടെ ഒരു ടിക്കറ്റ് നമുക്ക് വരും. ആ സംഭവത്തിൻ്റെ പേര് എനിക്ക് അറിഞ്ഞൂടാ. അതിൽ നമ്മൾ പ്ലേ ചെയ്താൽ നമുക്ക് ഇത്ര ടിക്കറ്റ് കിട്ടും. ആ ടിക്കറ്റ് ഇങ്ങനെ നമുക്ക് അതിലിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന കാണുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷനാണ്. പിന്നെ ഇവിടെ നിന്ന് കുറച്ച് എൻ്റെ വീഡിയോസൊക്കെ എടുത്തു. ഞാനിങ്ങനെ കവറും തൂക്കി നടന്നു വരുന്ന വീഡിയോസ്, ഈ വീഡിയോസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് വീഡിയോസ് എടുത്ത്. ഈ വീഡിയോസ് മാത്രമായിട്ട് ഞാൻ വേറൊരു വീഡിയോ ചെയ്യണം. നല്ല രസമാണ്. എൻ്റെ വീഡിയോഗ്രാഫർ പറഞ്ഞ ചേച്ചി നടന്നു വാന്നും പറഞ്ഞിട്ട് അങ്ങനെ കുറേ വീഡിയോ എടുത്തു. നല്ലതാണ് ഇവിടെ വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനും. അതിന് മാത്രമോ കളിക്കാനെല്ലാം ഒരുപാട്. നമുക്കൊരു ദിവസം, ഒരു ഹാഫ് ഡേ നമുക്ക് ഫുള്ളായിട്ട് സ്പെൻഡ് ചെയ്യാനായിട്ട് ഇവിടെ ഉണ്ട്. ഹാഫ് ഡേയിൽ കൂടുതൽ നമുക്ക് പറ്റില്ല. കാരണം കളിച്ചതിൽ തന്നെ പിന്നെയും കളിക്കേണ്ടി വരും. വലിയ ആൾക്കാർക്കുള്ള റൈഡ് വരെ ഉണ്ട് ഇവിടെ, ഞാൻ പറഞ്ഞല്ലോ. പിന്നെ അതൊക്കെ കയറി മടുത്തു. ഇപ്പം ഞാൻ ഒന്നിലും കയറാറില്ല. 2-3 പ്രാവശ്യമൊക്കെ കയറി. എന്നുവെച്ചാൽ 2-3 ദിവസം കയറി മടുത്ത്. ഇപ്പോൾ വലിയ ആൾക്കാർക്കുള്ള റൈഡിൽ കയറാറില്ല. പിന്നെ ഈ സോഫ്റ്റ് ടോയ്സൊക്കെ എടുക്കും.